ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ 20 വയസ്സുള്ള മകനുമായി ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. മരങ്ങൾ കാണുമ്പോൾ മകൻ അത്യുച്ചത്തിൽ പറഞ്ഞു, ഹായ്, ഈ മരങ്ങൾ കാണുവാൻ എത്ര ഭംഗിയാണ്. കുറെ കൂടി പോയപ്പോൾ ആ മകൻ മനോഹരമായ അരുവി കണ്ടു. അവൻ അത് കണ്ട് തുള്ളിച്ചാടി. ഓരോന്ന് കാണുമ്പോഴും മകൻ തുള്ളിച്ചാടി ഉച്ചത്തിൽ പറഞ്ഞു, ഹായ്, എന്ത് ഭംഗി. കൂടെയുള്ള യാത്രക്കാർക്ക് ഇയാളെ സഹിക്കാനായി കഴിയുന്നില്ല. അവർ ചോദിക്കാൻ തുടങ്ങി, ഇവന് സുബോധമില്ലേ? യാത്രക്കാർ ആ പിതാവിനോട് മകനെ മറ്റൊരിടത്തേക്ക് മാറ്റിയിരുത്തുവാൻ പറഞ്ഞു. ആ പിതാവിൻ്റെ കണ്ണ് നിറഞ്ഞു. ആ പിതാവ് അവരോട് പറഞ്ഞു, മകന് ജന്മനാ കാഴ്ചയുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം മുൻപ് ഒരു ഓപ്പറേഷനിലൂടെ അവൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി. അതിനുശേഷം നടത്തുന്ന അവൻ്റെ ആദ്യത്തെ യാത്രയാണിത്. പുതിയ കാഴ്ചകൾ കാണുമ്പോൾ അവന് അവൻ്റെ സന്തോഷം അടക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൻ ആർപ്പിച്ചിരിക്കുന്നത്. ഇത് കേട്ട യാത്രക്കാർ പറഞ്ഞു, അവൻ എത്ര വേണമെങ്കിലും സന്തോഷിച്ചു കൊള്ളട്ടെ, ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. ബാഹ്യമായ കണ്ണുകൾ തുറന്നപ്പോൾ ഒരുവൻ്റെ സന്തോഷമാണ് നാം കണ്ടത്. എന്നാൽ അകക്കണ്ണുകൾ തുറന്നാൽ കിട്ടുന്ന സന്തോഷം എത്രയോ വലുതാണ്. യേശു സമീപെ ഉണ്ടായിട്ടും യേശു മിശിഹയാണെന്ന് കാണുവാൻ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പുരോഹിതന്മാരുടെയും അകക്കണ്ണ് തുറന്നില്ല. പാപിനിയായ സ്ത്രീയുടെ അകക്കണ്ണ് തുറന്നപ്പോൾ അത് അവളെ സാക്ഷാൽ അനുതാപത്തിലേക്കും യേശുവിൻ്റെ പാദത്തിലേക്കും നയിച്ചു. തൻ്റെ ദീർഘമായ സമ്പാദ്യം കൊണ്ട് നേടിയ തൈലക്കുപ്പിയെ ഉടച്ചു. സുഗന്ധം പരത്തുന്ന സാക്ഷാൽ സുവിശേഷമായി അത് മാറി. അകക്കണ്ണ് തുറന്നാൽ നാം വലിയ മഹത്വം ദർശിക്കും. ഒരിക്കൽ എലീശ പ്രവാചകൻ തൻ്റെ ഭൃത്യൻ്റെ അകക്കണ്ണ് തുറക്കാനായി പ്രാർത്ഥിച്ചതായി നാം തിരുവെഴുത്തുകൾ വായിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. ഇവിടെ അരാം രാജാവ് എലീശ പ്രവാചകനെ പിടിക്കുവാൻ ദോതാനിലേക്ക് ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളുമായി അയച്ചതായി കാണുന്നു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഈ മഹാസൈന്യത്തെ കണ്ട് പേടിച്ച് വിറച്ച് എലീശയുടെ അടുക്കലേക്ക് ഓടി. അയ്യോ യജമാനനെ, ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞ് ഈ മഹാസൈന്യത്തെ കണ്ട് പേടിച്ചു വിറച്ചു. എലീശയുടെ അടുക്കലേക്ക് ഓടി. അയ്യോ യജമാനനെ, ഇനി എന്തു ചെയ്യും എന്ന് പറഞ്ഞു. എലീശയ്ക്ക് ഒരു കുലുക്കവുമില്ല. അവൻ മറുപടി പറഞ്ഞു, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ അധികം ആകുന്നു. 2 രാജാക്കന്മാർ 6:16. ബാല്യക്കാരൻ്റെ ഭയം കണ്ട എലീശ അവന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. എന്താണെന്നോ പ്രാർത്ഥിച്ചത്? യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ബാല്യക്കാരൻ്റെ അകക്കണ്ണ് തുറന്നു. അകക്കണ്ണ് തുറന്നപ്പോൾ ബാല്യക്കാരൻ കാണുന്നത് അരാം രാജാവിൻ്റെ സൈന്യത്തെയല്ല, സ്വർഗത്തിലെ മഹത്വം ദർശിച്ചു. ദൈവം സ്വർഗത്തിൽ നിന്നും അഗ്നിമയമായ കുതിരകളെയും രഥങ്ങളെയും ഇറക്കി മല നിറച്ചിരിക്കുന്നത് അവൻ കണ്ടു. എലീശയുടെ പ്രാർത്ഥനയുടെ ഫലമായി അരാം സൈന്യത്തിന് അന്ധത വരികയും അരാം സൈന്യത്തെ എലീശ ശമരിയിലേക്ക് നടത്തുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ അനേക യുദ്ധ ദിവസങ്ങളിൽ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമഹത്വം ദർശിക്കുവാൻ നമ്മുടെ അകക്കണ്ണ് തുറക്കണം. പാപപങ്കുലമായ ഹൃദയമാണെങ്കിൽ അകക്കണ്ണ് പ്രകാശിക്കുകയില്ല, ദൈവമഹത്വം ദർശിക്കുകയുമില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാമത് വചനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടണം, അല്ലെങ്കിൽ അകക്കണ്ണ് തുറക്കപ്പെടുകയില്ല. ദാവീദ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. 32-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത് വചനം. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സങ്കീർത്തനം 32-ന്റെ 5-ാമത് വാക്യം. നമ്മുടെ അകക്കണ്ണുകളെ തുറക്കാം, നമ്മെ തന്നെ പരിശോധിക്കാം. ഏറ്റുപറയേണ്ട പാപങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം, ഹൃദയവിശുദ്ധി നേടാം. അപ്പോൾ നിശ്ചയമായും ദൈവം നമ്മോട് കൂടെ ഇരിക്കും. നമ്മുടെ അകക്കണ്ണ് തുറക്കും. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം അഗ്നിമയമായ രഥങ്ങളെയും കുതിരകളെയും അയക്കുന്നത് നാം ദർശിക്കും. അപ്പോൾ നാം ധൈര്യമായി സദാസമയം ഇപ്രകാരം പറയും, നമ്മോട് കൂടെയുള്ളവൻ എല്ലാവരേക്കാൾ വലിയവൻ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്.
ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com